മൂവാറ്റുപുഴ കഞ്ചാവ് വേട്ടയുടെ വാർത്ത. 14 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി പറയൂ. സുഹേൽ, മൂവാറ്റുപുഴ തൃക്കളത്തൂരിൽ നിന്നാണ് 14 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ സാഗർ മുല്ല, ദിക്ബൽ മൊണ്ടാൽ എന്നിവരാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവർ ഈ ബംഗാളിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് എത്തിച്ച് പ്രാദേശികമായി ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ 1 മാസത്തോളമായി പോലീസ് സംഘം നിരീക്ഷിക്കുന്നത്. ഇതിനുശേഷം ഇവർ ബംഗാളിൽ നിന്ന് തിരിച്ച് മൂവാറ്റുപുഴയിലെത്തി ബസ് ഇറങ്ങിയതിന്റെ പിന്നാലെ ഇവരെ നടത്തിയ പരിശോധനയിലാണ് 14 കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് പിടികൂടിയത്. തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ട മറ്റൊരു നെറ്റ്വർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ബംഗാളിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് എത്തിക്കുക, പിന്നീട് ഇത് വിദ്യാർത്ഥികൾക്കടക്കം വിതരണം ചെയ്യുക, ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം, ഒരു ശൃംഖല ഇവർക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാർ ഈ കഞ്ചാവ് കൈക്കലാക്കുകയും പിന്നീട് അവർ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതുമാണ് രീതി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഇപ്പോൾ പിടിയിലായത് 2 പേരാണെന്ന് നോക്കണ്ട. ഇവരുടെ നെറ്റ്വർക്കുകളിലേക്ക് ആഴ്ന്നുള്ളൊരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ബംഗാൾ കേന്ദ്രീകരിച്ച്, വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ 2 പേരാണ്. ആ നെറ്റ്വർക്കിലേക്ക് പോലീസിന് അന്വേഷണം പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.